എന്നാൽ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ കണ്ട മറ്റൊരു കാഴ്ച വളരെ ക്ലിയറായി ഞാൻ പറയാം. ഈ ഫ്ലൈറ്റുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ, ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു അപകടം ലാൻഡിങ്ങുമായി ബന്ധപ്പെട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ താഴ്ന്നു പറക്കുന്ന കണ്ട, ഇനി അപകടം വല്ല കുഴപ്പം ഉണ്ടായിട്ട് താഴ്ന്നു വരുന്നതാണോ? പക്ഷെ താഴ്ന്നു വന്ന് അതിങ്ങനെ അപകടത്തിൽപ്പെടുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. അസമിൽ സൈനിക വിമാനം തകർന്നു വീണ അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ലാൻഡിങ്ങിന് ശേഷമാണ് വിമാനം അപകടത്തിൽപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. റൺവേയിൽ നിന്ന് ഇടതുവശത്തേക്ക് വിമാനം തെന്നി മാറുകയായിരുന്നു. സ്വാഭാവികമായ നിലയിൽ തന്നെ ലാൻഡ് ചെയ്യുകയായിരുന്നു ആ വിമാനം. എന്നാൽ ആ ലാൻഡിങ്ങിന് തൊട്ട് പിന്നാലെ തന്നെ വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും അത് റൺവേയിൽ നിന്ന് ഇടതുവശത്തേക്ക് തെന്നി മാറുകയും ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇടതുവശത്തേക്ക് തെന്നി മാറിയതിനു ശേഷം, ജോർഹട്ടിലെ എയർ സ്ട്രിപ്പിൽ നിന്ന് തെന്നി മാറിയതിനു ശേഷം വിമാനത്തിന് അതിവേഗം തീ പിടിക്കുകയും വിമാനം തലകുത്തനെ മറിയുന്ന ഒരു ദൃശ്യങ്ങളും നമുക്കിപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ അപകടത്തിൽ നമുക്ക് വിലപ്പെട്ട 5 ഉദ്യോഗസ്ഥരെയാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. എന്നാലും ഇതേക്കുറിച്ചുള്ള അന്വേഷണവും ഇപ്പോൾ വ്യോമസേന ആരംഭിച്ചിട്ടുണ്ട്.